ഗുഹയിലെ രാക്ഷസൻ. സന്തോഷം നിറഞ്ഞു നിന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. അതിന്റെ പേര് സന്തോഷ് നഗർ എന്നായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ വളരെ നല്ലവരായിരുന്നു. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിച്ചിരുന്നു. ഓരോരുത്തരും എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ സഹായിച്ചിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിന്റെ തലവൻ അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരെല്ലാവരോടുമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാം ഇവിടെ വിളിച്ചു കൂട്ടിയത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നിങ്ങൾ വർഷങ്ങളായി ഇവിടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സന്തോഷത്തോടെ ജീവിച്ചു വരികയാണ്. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ ഒരു പരിപാടി ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഗ്രാമവാസികൾക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും പരിപാടിക്കായി തയ്യാറെടുത്തു. അടുത്ത ദിവസം പരിപാടിയിൽ എല്ലാ ഗ്രാമവാസികളും പങ്കെടുത്തു. ഡാൻസ് കളിച്ചു, പാട്ടുപാടി, നല്ല നല്ല പലഹാരങ്ങൾ കഴിച്ചു. പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ പെട്ടെന്ന് വളരെ ഭയാനകമായ ഒരു ശബ്ദം കേട്ടു. ഗ്രാമവാസികൾ പേടിച്ച് എല്ലായിടത്തും നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടേക്ക് വലിയൊരു രാക്ഷസൻ നടന്നു വന്നു. എല്ലാവരും അയാളെ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. രാക്ഷസൻ പറഞ്ഞു, നിലവിളിക്കാതിരിക്കെ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരും കൊന്നുകളയും. ഗ്രാമവാസികൾ പറഞ്ഞു, ഹേ രാക്ഷസ, നിനക്ക് എന്താണ് വേണ്ടത്? രാക്ഷസൻ പറഞ്ഞു, ഞാൻ അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇനി ഇവിടെ താമസിക്കും. ഇവിടെ അടുത്തുള്ള കാട്ടിലെ ഗുഹയുടെ ഉള്ളിലായിരിക്കും ഞാൻ ഉണ്ടാവുക. എനിക്ക് തിന്നാനുള്ള ഭക്ഷണം നിങ്ങൾ തരേണ്ടി വരും. ചിലപ്പോൾ ആട്, ചിലപ്പോൾ മാട്, അങ്ങനെ എന്തെങ്കിലും. എനിക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ ഓരോരുത്തരെയായി കൊന്നു തിന്നുകളയും. മനസ്സിലായില്ലേ? ഗ്രാമവാസികൾ വല്ലാതെ പേടിച്ചു. അവർ അവരുടെ വീടുകളിൽ നിന്നും മൃഗങ്ങളെയും മറ്റും രാക്ഷസന് തിന്നാനായി ഗുഹയിൽ കൊണ്ടുപോയി കൊടുത്തു. ഇന്നൊരാളാണെങ്കിൽ നാളെ മറ്റൊരാൾ. കുറേ ദിവസം ഇങ്ങനെ കടന്നുപോയി. ഗ്രാമത്തിന്റെ തലവൻ ജനങ്ങളോടായി പറഞ്ഞു, ഇനിയും നമ്മൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? ഇതേ സ്ഥിതി തുടർന്നാൽ നമ്മുടെ കയ്യിൽ ഒരു മൃഗങ്ങളും ബാക്കി ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഉടനെ ആലോചിച്ചേ പറ്റൂ. ആ രാക്ഷസനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും അവനെ എന്നേക്കുമായി ഓടിച്ചു വിടണം. ഗ്രാമവാസികൾ പറഞ്ഞു, ഗ്രാമമുഖ്യ, താങ്കൾ പറയുന്നത് വളരെ ശരിയാണ്. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരാളെ പരിചയമുണ്ട്. ചിലപ്പോൾ അയാൾക്ക് രാക്ഷസനെ ഓടിക്കാനാകുമെന്നാ തോന്നുന്നത്. ഗ്രാമത്തലവൻ പറഞ്ഞു, ശരി, നീ ആ വ്യക്തിയെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവാ. ഗ്രാമവാസികൾ അയാളെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അയാൾ മൈക്കിന്റെ സഹായത്തോടെ ഭയാനകമായ ശബ്ദം പുറപ്പെടുവിച്ച് രാക്ഷസനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ രാക്ഷസ, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊയ്ക്കോ. ഞാൻ നിന്നെക്കാളും വലിയ രാക്ഷസനാണ്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ മൃഗങ്ങളും എനിക്ക് തിന്നാൻ വേണ്ടി മാത്രമുള്ളതാണ്. നീ ഇവിടെ നിന്നും പോയില്ലെങ്കിൽ ഞാൻ നിന്നെയും കൊന്ന് എൻ്റെ ഭക്ഷണമാക്കും. രാക്ഷസൻ പറഞ്ഞു, നീ അത്രയും വലിയ രാക്ഷസനാണെങ്കിൽ നിന്റെ രൂപം എന്നെ ഒന്ന് കാണിക്ക്. ഞാനിതാ പുറത്തേക്ക് വരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് രാക്ഷസൻ പുറത്തേക്ക് വന്നു. രാക്ഷസൻ നോക്കുമ്പോൾ അവിടെ വളരെ സാധാരണയായുള്ള ഒരു മനുഷ്യനാണ് നിന്നിരുന്നത്. രാക്ഷസൻ അയാളെ കണ്ടപ്പോൾ ഒരുപാട് ചിരിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീയാണോ എന്നെ കഴിക്കാൻ പോകുന്നത്? ഇപ്പൊ ഞാൻ തന്നെ നിന്നെ കഴിക്കാൻ പോവുകയാണ്. അതും പറഞ്ഞുകൊണ്ട് രാക്ഷസൻ അയാളുടെ നേരെ പാഞ്ഞെടുത്തു. ഗ്രാമവാസികൾ പറഞ്ഞു, അയ്യോ, വേണ്ട വേണ്ട, അദ്ദേഹത്തിനെ ഒന്നും ചെയ്യരുതേ. അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല. ഞങ്ങൾ ഇപ്പോൾ തന്നെ താങ്കൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും മൃഗത്തിനെ പിടിച്ചുകൊണ്ടുവരാം. രാക്ഷസൻ അത് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, ചെല്ല്, പോയി എനിക്ക് ഭക്ഷിക്കാനുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വാ. ഗ്രാമവാസികൾ ഉടനെ തന്നെ പോയി രാക്ഷസന് കഴിക്കാനുള്ള മൃഗവുമായി വന്നു. എന്നിട്ട് അയാൾക്ക് കൊടുത്തു. ഗ്രാമവാസികൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ രാക്ഷസൻ ഇവിടെ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല. അധികം വൈകാതെ തന്നെ നമ്മൾ എല്ലാവരും ആ രാക്ഷസന്റെ ഭക്ഷണമായി തീരും. ആ സമയത്ത് പട്ടണത്തിൽ നിന്നുള്ള ഒരു പയ്യൻ ഗ്രാമം കാണാനായി അങ്ങോട്ട് വന്നു. ഗ്രാമവാസികൾ വിഷമിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ അവരോട് ചോദിച്ചു, എന്ത് പറ്റി? നിങ്ങൾ എല്ലാവരും വല്ലാതെ പരിഭ്രാന്തരാണല്ലോ. ഗ്രാമവാസികൾ പറഞ്ഞു, നീ ഇവിടുന്ന് വേഗം പോകാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാവും. ഇവിടെ രാക്ഷസൻ ഇറങ്ങിയിട്ടുണ്ട്.
അവൻ ഞങ്ങളുടെ മൃഗങ്ങളെ എല്ലാം ഭക്ഷിച്ചു തിന്നു. ഇനി ഞങ്ങളുടെ കയ്യിൽ അവന് കൊടുക്കാൻ യാതൊന്നുമില്ല. അവൻ ഞങ്ങളെ എല്ലാം ഇനി ഭക്ഷണമാക്കുമെന്നാ തോന്നുന്നത്. നീ ഇവിടെ നിന്നാൽ അത് നിനക്കും ആ അപകടമാണ്. ചെറുപ്പക്കാരൻ വളരെ സമർത്ഥനായിരുന്നു. അവൻ ഗ്രാമവാസികളോട് പറഞ്ഞു, ഞാനിവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഞാനിവിടെ കുറച്ച് ദിവസം താമസിക്കാനാണ് വന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ രാക്ഷസൻ ഇവിടെ നിന്നും തുരത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്തു പറയുന്നു? ഗ്രാമവാസികൾ പറഞ്ഞു, പക്ഷെ അതൊക്കെ എങ്ങനെയാ സാധിക്കുക? ഞങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചതാ. പക്ഷെ ആ രാക്ഷസൻ എല്ലായ്പ്പോഴും വിജയിച്ചു. ഞങ്ങൾ എപ്പോഴും തോറ്റുകൊണ്ടേയിരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. എനിക്ക് കുറച്ച് സാധനങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതെല്ലാം എനിക്ക് തന്നാൽ മാത്രം മതി. ഗ്രാമവാസികൾ പറഞ്ഞു, ശരി, എന്തായാലും നമുക്ക് ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കാം. പറയൂ, താങ്കൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു ലോഹത്തിൻ്റെ കഷ്ണം വേണം, നല്ല നീളമുള്ള കറുത്ത കയറ് വേണം, ഒരു ബക്കറ്റ് വേണം, അതിൽ നിറയെ വെള്ള പെയിൻറ്റും വേണം. ഗ്രാമവാസികൾ പറഞ്ഞു, ശരി, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇത്രയും സാധനങ്ങളും എടുത്തുകൊണ്ടുവരാം. ഗ്രാമവാസികൾ അതെല്ലാം കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരന് കൊടുത്തു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഗ്രാമവാസികളോട് പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും വേറെ ഒരു ഗുഹ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഗ്രാമവാസികൾ പറഞ്ഞു, രാക്ഷസൻ താമസിക്കുന്ന ഗുഹയുടെ അടുത്ത് തന്നെ വേറൊരു ഗുഹയും കൂടി ഉണ്ട്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ശരി, എന്നാൽ നമുക്ക് ആ ഗുഹയിലേക്ക് പോകാം. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഇതും അങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഗ്രാമവാസികൾ ആ ചെറുപ്പക്കാരനെ ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കൂടാതെ എല്ലാ സാധനങ്ങളും അതിനുള്ളിലേക്ക് അവർ എത്തിച്ചു. ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയി രാക്ഷസനോട് പറയണം, ഈ ഗ്രാമത്തിൽ വേറൊരു രാക്ഷസൻ വന്നിട്ടുണ്ട്. അവൻ വളരെ വലിയ രാക്ഷസനാണ്. പിന്നെ ഇതുകൂടി പറയണം, അവനല്ലാതെ ഈ ഗ്രാമത്തിൽ മറ്റൊരു രാക്ഷസൻ വേണ്ട എന്ന് അവൻ പറഞ്ഞു എന്ന്. ഗ്രാമവാസികൾ പറഞ്ഞു, ആ ശരി. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ ഗ്രാമവാസികളും ചേർന്ന് രാക്ഷസന്റെ അടുത്തേക്ക് പോയി. എല്ലാ കാര്യങ്ങളും രാക്ഷസനോട് പറഞ്ഞു. രാക്ഷസൻ പറഞ്ഞു, അങ്ങനെ ഏത് രാക്ഷസനാണുള്ളത്? എന്നെക്കാളും കരുത്തും ശക്തിയുമുള്ള രാക്ഷസനോ? എവിടെയാണ് അവൻ? അയാൾ ഗ്രാമവാസികളോട് പറഞ്ഞു, ശരി, എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഗുഹയിലേക്ക് രാക്ഷസനെ അവർ കൊണ്ടുപോയി. രാക്ഷസൻ ഗുഹയുടെ അടുത്ത് പോയി നിന്ന് പറഞ്ഞു, ആരാണു നീ? പുറത്തേക്ക് വാ. ഉള്ളിൽ നിന്ന് നല്ല ഉച്ചത്തിലുള്ള കൂർക്കമ്പലിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇപ്പോ എനിക്ക് ഉറങ്ങാനുള്ള സമയമാണ്. എന്റെ ഉറക്കം ശല്യപ്പെടുത്താതെ പൊക്കോണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. രാക്ഷസൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ നീ ഒന്ന് പറഞ്ഞേ, നീ എത്ര വലിയ രാക്ഷസനാണെന്ന്. ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നോട് വെറുതെ ചോദ്യങ്ങൾ ചോദിക്കരുത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. രാക്ഷസൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എങ്കിൽ നീ നിന്റെ നഖത്തിന്റെ ഒരു ഭാഗം കാണിക്ക്, ഞാൻ നോക്കട്ടെ നീ എന്നെക്കാളും വലിയ രാക്ഷസനാണോ അല്ലയോ എന്ന്. ചെറുപ്പക്കാരൻ അകത്തു നിന്നും ഒരു ഇരുമ്പ് കഷ്ണം പുറത്തേക്കിട്ടു. രാക്ഷസൻ മനസ്സിൽ ചിന്തിച്ചു, ഇവൻ ശരിക്കും വലിയ രാക്ഷസനാണെന്നാ തോന്നുന്നേ. രാക്ഷസൻ പിന്നെ പറഞ്ഞു, എന്നാൽ നീ നിന്റെ തലയിലെ ഒരു മുടി ഒന്ന് കാണിച്ചേ. ചെറുപ്പക്കാരൻ അകത്തു നിന്നും ഒരു കയറിന്റെ കഷ്ണം പുറത്തേക്കിട്ടു. അത് കണ്ടതും രാക്ഷസൻ വല്ലാതെ പേടിച്ചു. രാക്ഷസൻ പറഞ്ഞു, നീ ഇത്രയും വലിയ രാക്ഷസനാണെങ്കിൽ നീ ഒന്ന് തുപ്പി കാണിക്കാമോ? ആ ചെറുപ്പക്കാരൻ ഉള്ളിൽ നിന്നും വെള്ള പെയിന്റ് എടുത്ത് പുറത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയും നീ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ നിന്നെ തീർച്ചയായും കൊന്നു കളയും. രാക്ഷസൻ വല്ലാതെ പേടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ശരി, നീ ഈ ഗ്രാമത്തിൽ താമസിച്ചോ? ഞാൻ ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഇതും പറഞ്ഞ രാക്ഷസൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. തിരിഞ്ഞു പോലും നോക്കിയില്ല. ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. എല്ലാവരും ചെറുപ്പക്കാരനോട് നന്ദിയും പറഞ്ഞു. വീണ്ടും എല്ലാവരും പഴയ പോലെ തന്നെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സന്തോഷത്തോടുകൂടി ജീവിച്ചു. അപ്പോ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഒരു കഥയും മിസ്സാകില്ല. അപ്പോൾ അടുത്ത കഥയിൽ കാണാം. ബൈ.